റീൽസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നൊമ്പരമാകുകയാണ് വിഷ്ണുപ്രിയയുടെ ആ റീൽ. ഇന്നലെ ഒരുപാട് ആളുകളുടെ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് പ്രണയകൊല ചെയ്യപ്പെട്ട വിഷ്ണുപ്രിയയുടെ റീൽ വീഡിയോ ആയിരുന്നു. ഭയങ്കര സങ്കടം തോന്നി കേട്ടോ അത് കണ്ട സമയത്ത്. കാരണം മരിച്ച ഒരാളുടെ ഓർമ്മയായിട്ടുള്ള എന്ത് സംഭവം കാണുന്ന സമയത്ത് നമുക്കെന്തോ മനസ്സിന് ഉള്ളിലൊരു തട്ടലാണ് അല്ലെ. സംഭവം അറിയാത്തവർ കുറവായിരിക്കും. പ്രണയ നൈരാശ്യം മൂലം കാമുകൻ മുൻ കാമുകയെ വീട്ടിൽ കയറി വെട്ടിയ സംഭവം. ഈ പറഞ്ഞ കൊല ചെയ്യപ്പെട്ട വിഷ്ണുപ്രിയയും കൊല നടത്തിയ ശ്യാംജിത്തും തമ്മിൽ വർഷങ്ങളോളമായി പ്രണയത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക മറ്റാൾക്ക് എന്തോ സംശയങ്ങളൊക്കെ തോന്നാൻ തുടങ്ങി. ഇവള് മറ്റാരുമായിട്ട് എന്തെങ്കിലും ഒരു പ്രണയബന്ധം ഉണ്ടോ എന്നുള്ള ലെവലില്. പിന്നെ ഒന്നും നോക്കില്ല, വീട്ടുകാരങ്ങ് വെട്ടി. ഈ വെട്ടലെന്നൊക്കെ പറയുന്നത് ഒറ്റ ദിവസം കൊണ്ട് എടുത്ത തീരുമാനമല്ലേ കേട്ടോ. വർഷങ്ങളോളമായി ആസൂത്രണം ചെയ്ത് നടത്തിയൊരു കൊലപാതകമാണിത്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് ഇതിന് താഴെ ഒന്ന് ചില കമന്റുകളെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അത്രത്തോളം വൃത്തികെട്ട എന്ന് പറയുമ്പോൾ അറം പറ്റുന്ന കമന്റുകളാണ് ആളുകളോട് എഴുതി വിടുന്നത്. നമുക്ക് എന്തായാലും ചില കമന്റുകളൊന്ന് വായിച്ചു നോക്കാം. തേപ്പ് ഫാഷൻ ആക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കും. എന്ത് മനസ്സിലാക്കും നിങ്ങൾ ഈ പറയുന്നത്? എന്താണ് ഈ തേപ്പ്? അതെന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. ആർക്കും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാൻ പാടില്ലേ? അതല്ല എങ്കിൽ ഒരാൾ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ മരണം വരെ അയാൾ സഹിച്ചോളം എന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത്. അല്ല അറിയാത്തോണ്ട് ചോദിക്കാം. തേപ്പ് ഫാഷൻ ആക്കുന്ന പെൺകുട്ടികൾ ഇതൊക്കെ മനസ്സിലാക്കുമെന്നൊക്കെ. ഒരാൾ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണങ്ങൾ ഉണ്ടാകും. അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. മേ ബി ആ വ്യക്തിക്ക് ആ റിലേഷൻഷിപ്പിലുള്ള ആളുമായിട്ടുള്ള ബന്ധം ടോക്സിക് ആയി തോന്നിയേക്കാം. അതല്ല എങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് അപ്പുറത്തുള്ള ആൾ ഒരാൾ റിലേഷൻഷിപ്പിൽ ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ടാകാം. എന്തുമാകാം. അതല്ല എങ്കിൽ വീട്ടിലെ പ്രഷർ, ഒരുപാട് കാരണങ്ങൾ കൊണ്ടാകാം. ആരോടാ ഞാനീ പറയുന്നത്? എത്ര കാലമായി നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട്? കുറേ കാലമായി. ഇഷ്ടമായ വീഡിയോ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ചെയ്ത് എനിക്കും അടുത്ത്. എന്നിട്ട് കേൾക്കുന്നവർക്ക് ഒരു മാറ്റില്ലല്ലോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം. ഇതിങ്ങനെ പിന്നെയും പറയുമ്പോൾ എനിക്ക് തന്നെ ചടപ്പാവാം. പിന്നെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്നും പറയാതിരിക്കാനും പറ്റില്ല. അതുകൊണ്ട് നിവൃത്തികേടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോണതാണ്. ഇത് എത്ര പറഞ്ഞിട്ട് ഇവിടുത്തെ സമൂഹത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ എന്നുള്ളത് ഞാൻ ആലോചിക്കണം. എല്ലാവരും നമ്മളൊന്ന് നോക്കി ഒരു കൊല്ലപ്പെട്ട പെണ്ണിനെ നോക്കിക്കൊണ്ട് ഇജ്ജാതി ഡയലോഗ് അടിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ സമൂഹത്തോടാണ് എനിക്ക് പുച്ഛവും സാധാപൊക്കെ. ഇവരൊക്കെ ഇടയിലാണല്ലോ ഞാൻ ജീവിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ. ഇതൊന്നല്ല കേട്ടോ, ഇനിയുമുണ്ട് ഒരുപാട് കമന്റുകൾ. ഒന്നുകൂടി വായിച്ചു തരാം. അവനെ തേച്ചു, അവൻ കാര്യമായിട്ട് തേച്ചു. എങ്ങനെയുണ്ട്? എന്താണ് ഞാൻ ഇതിനൊക്കെ പറയാം? ഒരുപാടെന്ന് പറയുമ്പോൾ വലിയൊരു കൂട്ടം ആളുകൾ ഈ പെൺകുട്ടിയെ തേപ്പുകാരിയാക്കാൻ വേണ്ടി സമൂഹത്തിൽ മോശക്കാരിയായി ചിത്രീകരിക്കാൻ വേണ്ടി ഓടി നടക്കാണ്, തത്രപ്പാടിലാണ്. അതിനുവേണ്ടി ഇവരെ കമന്റ് ബോക്സുകൾ മൊത്തം മൂടി നടന്ന് കമന്റ് ഇടാണ്. ഒരുപാട് കമന്റുകൾ എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ചില ന്യൂസുകൾക്ക് താഴെ വരുന്ന മെജോറിറ്റി ഓഫ് കമന്റുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ്. നീ അവനെ തേച്ചിട്ടല്ലേ അനുഭവിച്ചോ എന്നൊക്കെ ലെവലിലുള്ള കമന്റുകൾ. ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ ഉള്ളിൻ്റെ ഉള്ളു തട്ടി പറയാണ്. എനിക്ക് ഈ ദേഷ്യവും സഹതാപവും പുച്ഛവും സങ്കടവും എല്ലാം കൂടി കലർന്ന ഒരു വികാരം ഉണ്ടല്ലോ, അതായിരുന്നു എന്റെ മനസ്സ് മൊത്തം. എന്താണ് ഇവരൊക്കെ എങ്ങനെയെന്ന് ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് തോന്നുന്നത് ഇങ്ങനെ കമന്റ് ഇടുന്നവരിൽ ഭൂരിഭാഗം പേരും മുമ്പ് ജീവിതത്തിൽ 1-2 ബ്രേക്കപ്പ് കഴിഞ്ഞവരായിരിക്കും. അതിന്റെ ദേഷ്യവും പകയും ഒക്കെ കാലങ്ങളോളായി ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരായിരിക്കും. അപ്പൊ അവരുടെ ഉള്ളിലുള്ള അവരുടെ എക്സിനോടുള്ള മനോഭാവം എന്ന് പറയുന്നത് അവളെന്നെ തേച്ച്, അതുകൊണ്ട് എന്തായാലും അവൾക്കിട്ടൊരു പണി കൊടുക്കണം എന്ന മൈൻഡ്സെറ്റ് ആയിരിക്കും. ഈ പറഞ്ഞ പക എന്ന് മനസ്സിൽ ഒരുപാട് മന്ത്രിച്ച് നടക്കുന്ന ആൾക്കാരെ എനിക്ക് നല്ലോണം അറിയാം. തന്റെ എക്സിന്റെ ജീവിതം എങ്ങനെയും നശിച്ചു കാണാമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ പ്രണയ കൊലപാതകം ചെയ്തു എന്ന് ഇവർ അറിയുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷം ഇവരുടെ മനസ്സിൽ ഉടലെടുക്കാൻ തുടങ്ങും. അതായത് തനിക്ക് ചെയ്യാൻ സാധിക്കാത്തൊരു കാര്യം അവൻ ചെയ്തല്ലോ എന്നുള്ളൊരു തരം സന്തോഷം ഉണ്ടല്ലോ, അതായിരിക്കും അവരുടെ മനസ്സ് മൊത്തം. എന്തോ ഒരു തരം ഒരു മാനസിക സംതൃപ്തി അത് അവർക്ക് നൽകുമെന്നുള്ളതാണ്. സ്വാഭാവികമായി ആ ഒരു സന്തോഷം സംതൃപ്തി ഇത്തരം കമന്റുകളായി പുറത്ത് ചാടുമെന്നുള്ളതാണ്. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ സമൂഹത്തിലെ മെജോറിറ്റി ഓഫ് ആളുകളും ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ് ഈ കമന്റ് ബോക്സുകൾ. ഇതിനേക്കാളും എക്സ്ട്രീം ആയിട്ടുള്ള കമന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ചില പെൺകുട്ടികൾ മിനി ബസ് പോലെയാണ്, ആര് കൈ കാണിച്ചാലും നിർത്തും, അപ്പോൾ പിന്നെ ഇതുപോലെ ആക്സിഡന്റ് ആകും. ഇതൊരു തരം ആ പെൺകുട്ടിയെ തരം താഴ്ത്താനുള്ള ശ്രമമാണ്. അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് മറ്റൊരാണിനെ കാണുന്ന സമയത്ത് തന്റെ ആണിനെ ഉപേക്ഷിച്ച് പോകുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. ഈ കമന്റ് ഇട്ടവന് ഈ പെൺകുട്ടിയെ കുറിച്ച് അറിയുക പോലും ഇല്ല. എന്നിട്ടാണ് ഇമാതിരി കമന്റ് ഇട്ട് ചെലുക്കണമെന്നും കൂടി ആലോചിക്കണം നിങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു തരം മാനസിക വിഭ്രാന്തിയാണ്. ലാസ്റ്റ് ഒരു കമന്റ് കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ശ്യാംജിത്ത് പുലിയാണവൻ. ഇത് തേപ്പുകാരികൾക്ക് ഒരു പാഠമാകട്ടെ, ഭർത്താക്കന്മാരെ വഞ്ചിക്കുന്നവർക്കും. ഇതൊക്കെ ഉണ്ടല്ലോ സ്ത്രീവിരുദ്ധതയുടെ എക്സ്ട്രീം വേർഷൻ ആണ്. ഇതൊന്ന് ചികിത്സിച്ച് മാറ്റാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറാണെങ്കിൽ എന്നേ മാറണ്ട. ഈ പറഞ്ഞ ടോക്സിക് റിലേഷൻഷിപ്പിൽ കടിച്ചു തൂങ്ങി നിൽക്കുന്ന പല പെൺകുട്ടികളെയും എനിക്കറിയാം. അവർക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കളഞ്ഞിട്ട് പോടെ എന്ന് പറഞ്ഞ സമയത്ത് അവരുടെ റിപ്ലൈ എന്താണെന്ന് അറിയും. അവൻ എന്നെ എന്തെങ്കിലും കൊടുങ്കൈ ചെയ്യും, അവൻ എന്നെ ആക്രമിക്കും തുടങ്ങിയ ന്യായീകരണങ്ങളാണ്. അത് പേടിച്ച് മാത്രം കടിച്ചു തൂങ്ങി നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് എന്നുള്ളതാണ്. ഭയങ്കരമാണ് കേട്ടോ അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നേരെ തിരിച്ചു സംഭവിക്കാറുണ്ട്. അവൾ എന്തേലും കൊടുങ്കൈ ചെയ്യുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിൽ ബ്ലോക്ക് ആയി കിടക്കുന്ന ഒരുപാട് ആൺകുട്ടികളെയും എനിക്കറിയാം. രണ്ടും ഒരു തുലാസിലേക്കുള്ള ആൾക്കാരാണ്. കോമഡി നടന്നിട്ടാണെങ്കിൽ ഈ കൊല നടത്തിയ ചങ്ങായി കൊല നടത്തുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഞാൻ വായിച്ചു തരാം. ദേഷ്യം നമ്മുടെ ദുർബലതയാണ്, ക്ഷമയും വിവേകവുമാണ് ദേഷ്യത്തിനുള്ള മറുമരുന്ന്. നല്ല ക്ഷമയും വിവേകമുള്ള ആളാണെന്നുള്ളത് ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോൾ മനസ്സിലായി. ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഉടനെ നടപ്പാക്കരുത്.
ഇല്ല, പ്ലാൻ ചെയ്ത് പതിയെ നടപ്പാക്കിയാൽ മതി, സമയമൊക്കെ എടുത്ത് നടപ്പാക്കിയാൽ മതി. ഇപ്പൊ ആസൂത്രണം ചെയ്ത് നടത്തിയ പോലെ തന്നെ കാര്യങ്ങളോട് എടുത്ത് തീരുമാനം എടുത്താൽ മതി. കോപം വന്നാൽ സ്വയം നിയന്ത്രിക്കണം. ദേഷ്യം അടങ്ങിയ ശേഷം വിവേകപൂർവ്വം ചിന്തിക്കുക. ദേഷ്യം വരാൻ കാരണമായിട്ടുള്ള ആളെ കൊല്ലലായിരിക്കില്ലേ വിവേകപൂർണ്ണമായിട്ടുള്ള ചിന്ത. നല്ല തത്വചിന്തയും കേട്ടോ. എന്നിരുന്നാലും ഇന്നലെ തെളിവെടുപ്പിന്റെ സമയത്ത് ഇവൻ പോലീസിനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്റെ അമ്മ കണ്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ. അതിനെക്കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടൊരു ന്യൂസ് നമുക്കൊന്ന് കണ്ടോക്കാം. പ്രതി പോലീസിന് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളും പുറത്തുവരുന്നു. തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെന്ന് ശ്യാംജിത്ത് പോലീസിനോട് പറഞ്ഞു. തനിക്കിപ്പോൾ 25 വയസ്സാണ്. ഇപ്പോൾ ജയിലിലായാൽ 39ാം വയസ്സിൽ താൻ പുറത്തിറങ്ങുമെന്നും പ്രതി പറഞ്ഞു. വിവരങ്ങളുമായി സാനിയോ ആണ് ചേരുന്നത്. സാനിയോ, ഇപ്പോഴും പ്രതിക്ക് ഒരു കുറ്റബോധവുമില്ല. എന്തൊക്കെയാണ് ഈ ശ്യാംജിത്ത് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയുടെ വിശദാംശങ്ങൾ? അമ്പിളി പറഞ്ഞത് തന്നെയാണ് ശരി. അതായത് ഇത്ര സമയമായിട്ട് പോലും ഈ ശ്യാംജിത്തിന് യാതൊരു കുറ്റബോധവും ഇല്ല എന്നുള്ളതാണ്. രാവിലെ തെളിവെടുപ്പ് നടത്തുന്ന സമയത്തും അയാൾക്ക് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല. ഒരു കൂസലുമില്ലാതെയാണ് അയാൾ തെളിവെടുപ്പിനെ അടക്കം നേരിട്ടത്. ഇപ്പോൾ പോലീസിനോട് അയാൾ പറഞ്ഞിരിക്കുന്നത് തനിക്കിപ്പോൾ 25 വയസ്സായിട്ടേ ഉള്ളൂ, 14 വർഷമാണ് ജീവപര്യന്തം കിട്ടുക. അത് താൻ ഗൂഗിളിൽ തപ്പി തനിക്ക് കിട്ടിയിട്ടുണ്ട്. ശേഷം 39 വയസ്സാകുമ്പോൾ തനിക്ക് പുറത്തിറങ്ങാനാവും, തന്റെ നല്ല കാലം തനിക്ക് നഷ്ടപ്പെടില്ല, 39 വയസ്സ് മുതൽ ജീവിച്ചു തുടങ്ങാം എന്നൊക്കെ ഇത്ര പോലും ആസൂത്രണം ചെയ്താണ് ഈ പ്രതി ഇത്തരത്തിലുള്ളൊരു ക്രൂരകൃത്യം നടത്തിയത് എന്ന് വേണം പറയാൻ. മലയാളത്തിലെ ഒരു പ്രധാനപ്പെട്ട സിനിമ ഈ കൊലയ്ക്ക് പിന്നിൽ പ്രചോദനമായി എന്നും പോലീസ് പറയുന്നുണ്ട്. ഈ സിനിമ അനുസരിച്ചുള്ള ഒരു സീരിയൽ കില്ലിംഗ് ആയിരുന്നു പ്രതി ഉദ്ദേശിച്ചിരുന്നത്. ഈ വിഷ്ണുപ്രിയയുടെ സുഹൃത്തായ പൊന്നാനിക്കാരനെയും വധിക്കണമെന്ന് ശ്യാംജിത്ത് പ്ലാൻ ചെയ്തിരുന്നു. ഈ സിനിമയിൽ ഉള്ളതുപോലെ കത്തി സ്വയം നിർമ്മിച്ച്, അത് സിനിമയിലുള്ള അതുപോലെയാണ്, കത്തി സ്വയം നിർമ്മിച്ചു. അതിനുശേഷം ചുറ്റിക ഉപയോഗിച്ച് അടിച്ചു വീഴ്ത്തി കത്തി ഉപയോഗിച്ച് അറുത്തു കൊല്ലുന്നു. ഇത്തരത്തിൽ ഇതെല്ലാം സിനിമയിൽ കണ്ടതിന് ശേഷമാണ് തനിക്ക് മനസ്സിലായത് എന്നാണ് പ്രതി ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പ്രതിക്ക് യാതൊരു തരത്തിലുള്ള കുറ്റബോധവും ഇല്ല എന്നാണ് വീണ്ടും പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലേ വന്ന് ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് നിയമത്തിനും പോലും പേടില്ലാണ്ടായി. ഒരവസ്ഥ. മറ്റാള് ഭയങ്കര കണക്കുകൂട്ടലൊക്കെ നടത്തിയിട്ടാണ് കൊല നടത്തിയത്. 25ാം വയസ്സിനുള്ളിൽ പോയി കഴിഞ്ഞാണെങ്കിൽ കൂടിപ്പോയ 15 വർഷം ജീവപര്യന്തം. അങ്ങനെ നോക്കുന്ന സമയത്ത് 39ാമത്തെ വയസ്സിൽ പുറത്തിറങ്ങാലോ. ഏത് ഇതാണ്. പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാണെങ്കിൽ സമൂഹത്തോട് വിളിച്ച് പറയാലോ, എന്നെ തേച്ചതുകൊണ്ടാണ് ഞാൻ അവളെ കൊന്നതെന്നുള്ളത്. അങ്ങനെ ആവുന്ന സമയത്ത് സമൂഹം അവനെ അംഗീകരിക്കുകയും ചെയ്യും. വേണമെങ്കിൽ ചില ആൾക്കാർ അവനെ പൂവിട്ട് പൂജിക്കുകയും ചെയ്യും. നീ ആണയുടെ ആൺകുട്ടി, ആണായാൽ നിന്നെ പോലെ ആകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമ്മൾ നേരത്തെ വായിച്ച കമന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാനാണ് സാധ്യത. ഇവ നോക്കുമ്പോൾ എന്താ പീഡിപ്പിച്ച് തന്ന ഗോവിന്ദചാമിയൊക്കെ ജയിലിൽ ഇങ്ങനെ വിലച്ച് നടക്കാണ്. അപ്പൊ പിന്നെ 15 കൊല്ലല്ലേ, സാരില്ലേ പോട്ടെ. ജയിലിൽ ചപ്പാത്തി വരുത്തി കൊടുത്തും കുറച്ച് കൈപ്പണിക്ക് എടുത്തുകൊണ്ട് അവിടെ ജീവിച്ചു പോവാലോ, കുറച്ച് ശമ്പളവും കിട്ടും. ശിഷ്ടകാലം പുറത്തിറങ്ങി ചില്ലായി നടക്കാം. പിന്നെ പ്രചോദനമായിട്ടുള്ള സിനിമ എന്ന് പറയപ്പെടുന്നത് 5-ാം പാതിരാണെന്നുള്ളതാണ്. പുറത്തു വിട്ട തെളിവുകൾ വെച്ച് നോക്കുമ്പോൾ അതാകാനാണ് സാധ്യത. എല്ലാവരും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ സമൂഹത്തിലെ സിനിമകൾ ഒരു ക്രിമിനലിന് നൽകുന്ന കോൺഫിഡൻസ് എത്രത്തോളാണെന്നുള്ളത്. ഇതിനു മുമ്പ് ദൃശ്യ മോഡൽ കൊലപാതകം എവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ പല ക്രിമിനൽസും നിയമത്തിന്റെ ലൂപ്പ് ഹോളുകൾ പഠിക്കുന്നത് സിനിമകളിൽ നിന്നാണ് എന്നാണ് മനസ്സിലാക്കാൻ. എന്റെ അഭിപ്രായത്തിലുണ്ടല്ലോ ഇവനൊക്കെ തൂക്കിക്കൊല്ലണം. കാരണം അത്രത്തോളം പ്രീ പ്ലാൻഡ് ആയിട്ടാണ് ഇവൻ ഈ കൊല നടത്തിയത്. കാരണം കൊല നടത്തുന്ന സമയത്ത് അവന് ഉറപ്പായിരുന്നു ജീവപര്യന്ത തടവിനപ്പുറത്തേക്ക് തന്നെ നിയമം തന്നെ ശിക്ഷിക്കില്ല എന്നുള്ളത്. ഇവൻ വാങ്ങിച്ച കത്തി പോലും ഇരുമ്പിന്റെ റോമറ്റിലായിട്ടാണ് വാങ്ങിച്ചത്. കാരണം അന്വേഷണത്തിനായി വരുന്ന സമയത്ത് എവിടുന്നെങ്കിലും കത്തി വാങ്ങിച്ചതാണെങ്കിൽ പിടിക്കപ്പെടാൻ പാടില്ലല്ലോ. എന്നിട്ട് ആ ഇരുമ്പ് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് കത്തി നിർമ്മിച്ചത്. ചുറ്റിക പിന്നെ നേരിട്ട് വാങ്ങിച്ചതാണ്, ആണെ അടിക്കാൻ എന്നുള്ള ലെവലിലെ. അതാവുമ്പോൾ അധികാരം സംശയിക്കൂലല്ലോ. അപ്പൊ അത്രത്തോളം അവന് പഠിച്ച് ചെയ്തൊരു സംഭവമാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഇവനെ തൂക്കിക്കൊല്ലണം നടപടി ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാവും. നാളെ ഇതുപോലെ ഏതെങ്കിലും ഒരാൾക്ക് ബ്രേക്കപ്പ് വരുന്ന സമയത്ത് അവർ ആദ്യം ഇതിനെ കുറിച്ചായിരിക്കും. അവൻ കുത്തിക്കൊന്ന് സുഖമായിട്ട് നടക്കല്ലേ, അപ്പൊ എനിക്കും വലിയ പ്രശ്നമൊന്നുമില്ല, അവളെ കൊന്നേക്കാന്നുള്ള ലെവലിൽ അവർ ചിന്തിച്ചു തുടങ്ങും. അത് ഈ സമൂഹത്തിന് നെഗറ്റീവായി എഫക്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് മുമ്പുള്ള കേസുകളിലൊക്കെ ചെയ്ത പോലെ കുറെ കാലം കോടതി കയറി ഇറങ്ങുന്ന ഈ പരിപാടി നിർത്തണം. എത്രയും പെട്ടെന്ന് വിധി നടപ്പാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വലിയൊരു പ്രതിസന്ധി ആയിരിക്കും നമ്മളിനി കാണേണ്ടി വരിക. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ചിന്തിച്ചോണം എന്താണെന്നറിയോ, നാട് വിട്ടാലെന്നുള്ളതാണ്. ഇവിടുത്തെ നിയമത്തിന്റെ ഇങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ ജീവിച്ചു പോകേണ്ട ഒരു ഗതികേടുകളൊന്നും ആലോചിച്ച് നോക്കി. ആരോട് പറയാൻ, ആരെ കേൾക്കാൻ. എന്തായാലും വീഡിയോടെ അതിൻ്റെ ഒപ്പിയാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.